വ്യാഴാഴ്ച ദിവസം വൈകുന്നേരത്തോടെടുക്കുമ്പോൾ ഒട്ടിങ്കിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് ശക്തമായിട്ടുള്ള വാശിയേറിയ മത്സരം നടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരൊക്കെയാണ് ഇപ്പോൾ മുന്നിലേതും ആരൊക്കെ തകർന്നടിച്ച് തരിപ്പണമായെന്നൊക്കെ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കും കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 9 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റായിരുന്നു ഈ ആഴ്ച ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ച 13, അതിനു മുമ്പ് 15 പേരും വന്ന് 2 പേർ വീതം എവിക്റ്റായി പുറത്തു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. ഡയറക്ടർ ഇന്നത്തെ പ്രമോ വന്നതിന് ശേഷം വോട്ടിങ്ങിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂർ വോട്ടിങ്ങുകൾ പരിശോധിക്കുമ്പോൾ ആരൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് നോക്കിയാണ്. ഒന്നാം സ്ഥാനത്ത് ഷാനവാസിക്ക് മാറ്റമില്ല തുടരുകയാണ്. അനീഷും ഷാനവാസും മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പണിയെടുക്കുന്നതായി ഹോട്ടൽ ടാസ്കൊക്കെ മനസ്സിലാക്കി കളിക്കുന്ന കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. 94,337 വോട്ട് ഷാനവാസ് തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് മാറ്റമില്ലാതെ നൂറ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. നൂറയ്ക്ക് വലിയ ചലനങ്ങളൊന്നും ഹോട്ടൽ ടാസ്കിൽ സൃഷ്ടിക്കാൻ സാധിക്കാതെ തന്നെ ഒട്ടിയിൽ വമ്പൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 71,018 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി നൂറ നിൽക്കുമ്പോൾ നമുക്ക് മൂന്നാം സ്ഥാനത്ത് ആതിരനെ ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട്. ആതിരയുടെ വോട്ടിനും വലിയ പുരോഗതിയൊന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം ടാസ്കുകളെല്ലാം തന്നെ ഇവർക്ക് വലിയ രീതിയിൽ പിടുത്തം കിട്ടിയിട്ടില്ലെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ ഒട്ടിയും വളരെയധികം പിന്നോട്ട് പോകുന്ന ആതിരനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 63,896 വോട്ടുമായിട്ട് പുറകിലോട്ട് പോകുമ്പോൾ 4ാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന നമ്മുടെ ലക്ഷ്മിയുടെ മുന്നേറ്റമാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ അപേക്ഷിച്ച് ലക്ഷ്മിയുടെ വോട്ട് കുതിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ റോക്കറ്റ് വേഗത്തിലൊക്കെ കുതിച്ചു ചേരുക എന്ന് പറയുന്ന രീതിയിലോട്ടാണ് നമ്മുടെ ലക്ഷ്മിയുടെ വോട്ട് കുതിച്ചു ഉയരുന്നത്. 53,498 വോട്ടുമായിട്ട് വമ്പൻ അട്ടിമറി തന്നെയാണ് ലക്ഷ്മി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ഷാനവാസിനെ പോലും അട്ടിമറിച്ച് 1ാം സ്ഥാനത്തോട്ടെത്താൻ ഈ ഒരു വോട്ടിംഗ് ഇതുപോലെ മുന്നേറുവാണെങ്കിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. 53,498 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നിലവിൽ നമുക്ക് 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്ന ആര്യനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആര്യന് വോട്ടിംഗ് തകർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്തെ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ നെഗറ്റീവ് ഇമേജ് ആര്യനുണ്ടെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ പ്രഷർ ഗെയിമിന്റെ അനുസരിച്ച് വോട്ട് കൊടുക്കണമെന്ന് ഡയറക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ ആര്യന്റെ വോട്ടിന് ഇടികൊണ്ടായിട്ടുണ്ട്. 51,657 വോട്ടുമായിട്ട് 5ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 6ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ നെവിൻ തുടരുകയാണ്. നെവിനും ഈ ആഴ്ച സേഫ് ആയിട്ട് മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. 48,135 വോട്ടുകൾ സ്വന്തമാക്കി നിൽക്കുമ്പോൾ 7ാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് സാബുമോന്റെ മുന്നേറ്റമാണ്. സാബുമോ ഇത് അട്ടിമറി മുന്നേറ്റം ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് കാഴ്ചവെച്ച് മുന്നേറുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആര്യനെ നെവിനെ പോലും അട്ടിമറിക്കാൻ സാബുമോന് സാധിക്കും തോന്നുന്നു. 44,357 വോട്ടുമായിട്ട് 7ാം സ്ഥാനത്ത് നിൽക്കുക. 8ാം സ്ഥാനത്ത് നമ്മുടെ ബിന്നി ഒരുപടി പിന്നോട്ട് പോയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ബിന്നിക്ക് വോട്ടിംഗ് തകർച്ചകളുണ്ട്. 43,810 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ബിന്നി ഒരുപക്ഷെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന് വിട പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നിൽക്കുന്നത്. നിലവിൽ നമുക്ക് 9ാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചറസ് റന ഫാത്തിമയെ കാണാൻ സാധിക്കുന്നത്. 40,658 വോട്ടുകൾ മാത്രമാണ് ഈ ഒരു കുട്ടിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ കണ്ടന്റുകളൊന്നും കൊടുക്കാൻ റനയ്ക്ക് സാധിക്കുന്നില്ല. ടാസ്കിലൊന്നും തന്നെ വലിയ ആക്റ്റീവ് ആകാൻ സാധിക്കുന്നത് റനയ്ക്ക് തിരിച്ചടിയാവുന്നതാണ് തോന്നുന്നത്. എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്ന ഒരു മണിക്കൂറിലാണ്. ഇനിയുള്ള മണിക്കൂറിൽ മികച്ച ഗെയിമും മികച്ച കണ്ടന്റും ടാസ്കുകളൊക്കെ മികച്ച രീതിയിൽ കളിച്ചാൽ ഇവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നതൊക്കെ തോന്നുന്നു. കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന വരും മണിക്കൂറുകൾക്കായിട്ടൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തിയ ഇപ്പോൾ തന്നെ മികച്ച ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റന്റ് ഈ ലിസ്റ്റിൽ ആരാണോ അവർക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.